ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളുടെ മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അതിനായിട്ടൊരു മസാലയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി, ഒരു ഒന്നൊന്നര മുറിയോളം സവാള, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള കുരുമുളക്, എരിവിന് ആവശ്യമുള്ള കുരുമുളക് ചേർക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുരുമുളക് ചേർത്തോളുക. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുക കേട്ടോ. പിന്നീട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പും ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. മീൻ ഇപ്പം ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു മസാലക്കൂട്ടിൽ നിങ്ങൾക്ക് തയ്യാറാക്കുന്നതാണ്. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന പരവയാണ് കേട്ടോ. ഇത് ഏകദേശം 1/2 കിലോളം ഉണ്ട്. അപ്പോൾ പരവ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ക്ലീൻ ചെയ്ത് വരുന്നതുകൊണ്ട് നാട്ടിലെ കൂട്ടുള്ള പണിയൊന്നുമില്ല. പിന്നെ ഒരു പാനിലേക്ക് നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആദ്യം ഉലുവയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം, ഹാഫ് വേണ്ട 1/4 മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ അത് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ ഇതിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയിലൊക്കെ പൊള്ളിച്ചെടുക്കാറുണ്ട്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീനൊക്കെ കിട്ടുമ്പോൾ എന്നും കറി ഉണ്ടാക്കാതെ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില കുറച്ച് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്ന നമ്മളുടെ മസാല ഇല്ലേ, നമ്മൾ ആ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മസാല അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെള്ളമൊന്നും കലക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിൽ തക്കാളിയിലുള്ള വെള്ളം പിന്നെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് വെള്ളം അങ്ങനെ ചേർത്ത് ഗ്രേവി ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ആ ഗ്രേവി എല്ലാം അതിലേക്ക്, ആ മസാല എല്ലാം അതിലേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറിവേപ്പിലയും ഉലുവയും എണ്ണയും കൂടി നല്ല രീതിയിൽ അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് കൊടംപുളി അല്ല കേട്ടോ, നമ്മുടെ പിഴുപുളി ഇല്ലേ, അതാണ് ചേർക്കുന്നത്. അത് പിഴിഞ്ഞൊഴിച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ രസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു പിഴുപുളിയാണ്. അപ്പോൾ അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ട്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മീൻ എപ്പോൾ കിട്ടിയാലും നമ്മളിങ്ങനെ ട്രൈ ചെയ്യുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി എന്താ പറയുക, നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ടേസ്റ്റായിട്ട് കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മൾ ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ മീനില്ലേ, നല്ല പച്ച മീനാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടില്ല, പുറത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് എല്ലാം അങ്ങ് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മൾ ആ മസാല പതുക്കെ അതിന് മുകളിലൊന്ന് പൊതിയണം കേട്ടോ. പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും തവി വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളുടെ കയ്യിൽ ചട്ടുകമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തീ ഒന്നും ഒരുപാട് കൂട്ടിയിടല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് പൊള്ളിച്ചെടുക്കണേ. മീഡിയം ഫ്ലെയിം മതി, എന്നാലും നല്ല രീതിയിൽ കുക്കായി കിട്ടുകയുള്ളേ. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച ആ എണ്ണയുടെ ആവശ്യമുള്ളൂ, പിന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റോളം ആവും ഇതൊന്ന് കുക്കായി കിട്ടാൻ. നമ്മൾ അടച്ച് തന്നെ വെക്കുക കേട്ടോ. ഇങ്ങനെ തുറന്ന് വെക്കണ്ട, അടച്ച് തന്നെ വെക്കുക. നല്ല ആ സ്റ്റീമിലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാലയും ഈ ഒരു മീനും മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏത് മീനും പറ്റും. എനിക്കൊന്ന് കുറച്ചുകൂടെ മാംസമുള്ള മീനായിരിക്കും കുറച്ചുകൂടി നല്ലത്. മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും കൊള്ളാം, ടേസ്റ്റ് നല്ലതായിരിക്കും ഒരുപക്ഷെ. എങ്കിലും നല്ല എന്താ പറയുക, മാംസം ഉള്ള മീൻ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല. നമുക്കിങ്ങനെ അടർത്തിയെടുത്തൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിൽ വെക്കാം, മീഡിയം ഫ്ലെയിമിൽ എടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇറക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് മസാല അതിന് മുകളിലേക്കൊന്ന്, ഇപ്പോൾ തന്നെ അതിങ്ങനെ പിളർന്ന് വന്നിരിക്കുന്നുണ്ടോ, കുക്കായിട്ടുണ്ട്, ഹാഫ് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുകളിലേക്ക് വീണ്ടും മസാലയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചെടുത്തിട്ടപ്പോൾ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്താണ്ട് ആ മസാലയൊക്കെ, കുക്കായ മസാല എല്ലാം അതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ സാവധാനത്തിൽ, പൊടിയാൻ പാടില്ല, പൊടിയത്തില്ല ഓൾറെഡി. അതായത് നമ്മളുടെ നമ്മളിട്ടിരിക്കുന്ന ആ ഭാഗം ഓൾറെഡി കുക്കായിട്ടുണ്ട്. അപ്പം പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി.
അതൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അതേ ഒരു 10 മിനിറ്റോളം 15 മിനിറ്റോളം നമുക്കൊന്ന് കുക്കായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചിട്ട് തിരിച്ചിടുമ്പോൾ കണ്ടില്ലേ, ആ ഒരു സൈഡ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞൊന്നും പോകുന്ന പേടിക്കൊന്നും വേണ്ട. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം അതിൻ്റെ അകത്ത് നല്ലതായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് കാരണം നമ്മൾ അങ്ങനെ കരിഞ്ഞൊന്നും പോകുമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട് നമ്മളുടെ മീൻ പൊള്ളിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഇത് മീൻ ദിവസവും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ അതൊരു കറിയും ആവും, ഗ്രേവി ആവും, എല്ലാം അതിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ദിവസം ഇങ്ങനെ കറി വെച്ച് മടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് കിട്ടും. നല്ലൊരു മസാലക്കൂട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ വീണ്ടും ഞാൻ ആ മസാലയൊക്കെ എടുത്ത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാനൊന്ന് മൊരിയിച്ചു. ഒരുപാടങ്ങ് മൊരിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെച്ചാൽ മതി കേട്ടോ. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് മൊരിയിക്കുന്ന ഇഷ്ടമല്ല ഈ ഒരു സ്റ്റേജിൽ നമുക്കത് എടുക്കാം. കുക്ക് ചെയ്താന്ന് വെച്ചാൽ ചിലർ സ്റ്റീം ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളിയൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മസാലക്കൂട്ടിൽ നിങ്ങൾ ഏത് മീൻ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.